ഞാൻ ഈ 5 വർഷം വെറുതെ വൈലവേ ചെയ്ത് കളയാനായിട്ട് എനിക്ക് താല്പര്യമേ ഇല്ല. ഒരു ദിവസവും ഓരോ നിമിഷവും ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു 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 മൂവ്മെൻറ്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും ആ പ്രവർത്തന ശക്തിയുടെ പേരിൽ ഒരു വലിയ പ്രവർത്തന മികവ് ഇതെല്ലാം എനിക്ക് 5 വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കും. വീട്ടമ്മമാരുടെ വോട്ടാണ് ഗുണമായതെന്ന് പറയുന്നുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി എന്നായിരുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഒന്നും പറഞ്ഞില്ല. ഇതൊക്കെ ജെയ്സണൊക്കെ കേട്ടതല്ലേ? നിങ്ങൾ കേട്ടില്ലേ? അല്ല, ഡൽഹിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നു. കേട്ടതല്ലേ? എന്താ ഞാൻ പറഞ്ഞത്? തൃശ്ശൂർ ഒരു കേന്ദ്രമന്ത്രി കിട്ടുമോ? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ? ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. നിരവധി പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ എല്ലാം സാങ്കേതികത പരിശോധിച്ച് അതിൻ്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം. അത് അവർ പഠിക്കണം. നമ്മൾ നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ അതല്ലാതെ തന്നെ ഇവിടെ പ്രോഗ്രാംസിനൊക്കെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നു എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവർ അതിനു വേണ്ടി പിന്നെ നമുക്ക് നടപ്പിലാക്കുകയും ചെയ്യും. വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി വീട്ടമ്മമാര്, ചെറുപ്പക്കാർ, ആ വീട്ടമ്മമാരുടെ ഇംഗിതം അറിഞ്ഞ് അവരുടെ കെട്ടിയന്മാര്, അപ്പന്മാര്, സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ടോ? അല്ലെ, മറിയക്കുട്ടിയെ പോലെ പെൻഷൻ കിട്ടാത്ത ആളുകൾ ഒത്തിരി പേരും. അത് നമ്മളെ പോലുള്ള ഒരാള് 5 പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയൊന്നുമല്ല. ആ സർക്കാരിൻ്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തു. ഞാനതല്ലേ ചെയ്ത്. തൃശ്ശൂർ സ്ഥിരതാമസമാകും 5 വർഷം. സ്ഥിരതാമസം പോലെ തന്നെയായിരിക്കും. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനമ്മയെ കളഞ്ഞിട്ട് അത് വേണമെന്നില്ല. ഏറ്റെടുത്ത സിനിമകളുണ്ടാവും. ഞാൻ തിരഞ്ഞെടുക്കപ്പെടാതെ എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞ് അയച്ചപ്പോൾ ഞാനിവിടെ എടുക്കാൻ വേണ്ടി ഞാൻ അതിന്റെ കൂലിയായിപ്പോ കിട്ടിയത്. അതേപോലെ 6 മണ്ഡലങ്ങളിൽ മുന്നിൽ വന്ന് ഈ ഗുരുവായൂർ മാത്രം എന്താ നമ്മൾ പുറകിൽ പോയതെന്നൊരു വരുത്തും. ശരി. എന്തായാലും വലിയ റോഡ് ഷോ ആണ് BJP പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത്. എല്ലാം വടക്കുന്നാഥന്റെ, ഗുരുവായൂരപ്പന്റെ, ലൂർമാതാവിന്റെ, തിരുവമ്പാടി ഹൃദയത്തിൽ ചേർക്കും. തൃശ്ശൂരിനെ ഹൃദയത്തിൽ ചേർക്കും. ഇത്തവണ തന്നാൽ എടുത്ത് ഹൃദയത്തിലിരുത്തും. ഇനി ഞാൻ പറയുന്നു, അതെന്റെ കിരീടമാണ്. ഇനി തൃശ്ശൂരാണ് എൻ്റെ നെറ്റിപ്പട്ടം. ഇനി തൃശ്ശൂരാണ് എൻ്റെ തിടമ്പ്. ഇനി തൃശ്ശൂർ പൂരമാണ് എൻ്റെ ആദ്യത്തെ ഉദ്യമം. തൃശ്ശൂർ പൂരമാണ്. ജനഹിതത്തിലേക്ക് തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ അംശങ്ങളും കൊണ്ടുവരും, അപകടരഹിതമായി. അല്ലല്ല, അങ്ങനൊന്നും പറയരുത്. പോലീസ് മോശമൊന്നുമല്ല, ചില നടപടികൾ മോശമായി. അതിനെ സംബന്ധിച്ച് എങ്ങനെ നടത്തണമെന്ന് പറയുന്ന ഒരു പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാവും. സ്ക്രിപ്റ്റിന് സിനിമാ വാക്കാണെന്ന് പറഞ്ഞ് പുച്ഛിക്കാൻ നിൽക്കല്ലേ. അതിനൊരു പുതിയ നടത്തിപ്പിനുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാവും, ഉറപ്പായും. അതിനു വേണ്ടുന്ന ചില പൊതു സൗകര്യങ്ങളും മനസ്സിൽ ഒരു സ്കെച്ച് ഉണ്ട്. അതും നടപ്പിലാക്കാൻ പോകും. മേയറുമായിട്ട് സംസാരിക്കും. താങ്ക് യു.